ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മത്തങ്ങ എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാലക്കാടൻ സ്റ്റൈലാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മുറി മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കണില്ല, പകുതി എടുക്കുന്നുള്ളൂ. അപ്പോൾ മത്തങ്ങയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കണം ആദ്യം തന്നെ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ മത്തൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കാം. അപ്പോൾ ഒരു മുറി തേങ്ങയിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഈ തേങ്ങ അവസാനം ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഈ 4 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റി വയ്ക്കുന്നത്. ബാക്കിയുള്ള തേങ്ങ നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഈ എരിശ്ശേരിയുടെ പരുവെന്ന് പറയുന്നത് നന്നായിട്ട് അരയ്ക്കുന്നതല്ല, ഒന്ന് ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വൻപയർ വേണം. അപ്പോൾ വൻപയർ ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ 2-3 വിസിലൊക്കെ അടിച്ച് കഴിയുമ്പോഴേ ഇത് വെന്ത് കിട്ടുള്ളൂ. ഇതാകുമ്പോൾ ഒരു വിസിലടിച്ചാൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കറിലോട്ട് ആക്കുവാണ്. അതുപോലെ പയർ വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കരുത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇപ്പോൾ പയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടുമില്ല. ഒറ്റ വിസിൽ ഇട്ടിട്ട് എടുത്തതാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മത്തൻ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മത്തനും പയറും കൂടെ വേവിക്കായിരുന്നു. പക്ഷെ അപ്പോൾ മത്തനൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഇതിലിങ്ങനെ വെള്ളമായിട്ട് ചേർന്ന് പോകും. അത്രയ്ക്ക് അങ്ങോട്ട് ഉടയണ്ട നമുക്ക് എരിശ്ശേരിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് മത്തൻ ഇടുന്നത്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് എരിവ് ഇതിന് പാടില്ല, അപ്പോൾ 1/2 ടീസ്പൂൺ മതിയാവും. എരിവുള്ള മുളക് പൊടിയാണ്, എന്നാൽ 1/2 ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള എരിവായിരിക്കും. ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. പയറിൽ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ദേ മത്തങ്ങ ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മത്തങ്ങയും പയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങ ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. തവി വെച്ച് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ ഉടയ്ക്കുന്ന സമയത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മത്തങ്ങ കിടക്കുകയും ചെയ്യും. എന്നാൽ ഒരുപാട് അങ്ങോട്ട് വെന്ത് അലിഞ്ഞു പോകത്തുമില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ഇട്ട് വേവിച്ചത് കേട്ടോ മത്തങ്ങ. മത്തങ്ങ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തേങ്ങ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും ജീരകവും കൂടെ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതുപോലെ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ശകലം ഉപ്പ് ആവശ്യമുണ്ട്, അപ്പോൾ അത് കാരണം ശകലം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതാണ് പരുവം, അത്രയോ വേണ്ടു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് താളിച്ചൊഴിക്കണം. അപ്പോൾ ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. ഞാനൊരു ഒരു പാത്രം വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണല്ലോ അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടുക, അല്ലെങ്കിൽ കടുകൊന്നും പൊട്ടാതെ കിടക്കും. അപ്പോൾ നമ്മൾ ഈ എരിശ്ശേരി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കടുക് കടിക്കുമ്പോൾ കൊള്ളത്തില്ല. അപ്പോൾ അത് കാരണം എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ചുവന്ന മുളകോ വറ്റൽമുളകോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാമല്ലോ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങ, ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ ഇപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം.
ഇനി ഈ തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിലിടാൻ പാടുള്ളൂ. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് തേങ്ങ കരിഞ്ഞു പോവും. പിന്നെ കടുകൊക്കെ താളിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ കടുകും മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം തന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ തേങ്ങ വഴറ്റിയെടുക്കാനായിട്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എരിശ്ശേരി ഇവിടെ റെഡിയായി. നല്ല കിടുക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പം നമ്മൾ സദ്യയിലൊക്കെ സൈഡ് ഡിഷായിട്ടാണ് ഉപയോഗിക്കാറ്. ഇലയുടെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് കഴിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ ഇത് മാത്രമായിരിക്കും കറി. സത്യം പറഞ്ഞാൽ ചോറ് അധികം ഉണ്ടാവില്ല, ഇതായിരിക്കും കൂടുതലുണ്ടാവുക പ്ലേറ്റിൽ. അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു സാധനമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, സീ യു.